ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എനർജി വന്നിരിക്കുന്നത് ദ എംബററാണ്. രണ്ടാമത് വന്നിരിക്കുന്ന ക്വീൻ ഓഫ് സോർഡ്സ് ആണ്. സിക്സ് ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് കപ്സ്, 7 ഓഫ് സോർഡ്സ്, 9 ഓഫ് സോർഡ്സ്. അപ്പോൾ ഇന്ന് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഒരു ക്രിയേറ്റിവിറ്റിയുടെയും ധനസമ്പാദത്തിൻ്റെയും അങ്ങനത്തെ ഒരു എനർജിയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. സ്വയം നമ്മുടെ ഇതാകുന്നതിൻ്റെ ഫസ്റ്റ് കാർഡ് എംബറർ. ഇത് ഒരു മേജർ ആർക്കാന കാർഡാണ്. ഇതിപ്പോൾ കുറച്ച് നാളായിട്ടുള്ള നമ്മുടെ ഒരു എനർജിയാണ്, ആത്മീയമായ ഒരു കാർഡാണ് എനർജീനെ കാണിക്കുന്നത്. എംബറർ എന്ന് പറഞ്ഞ ഒരു ചക്രവർത്തിയെ പോലെ ഒരു സക്സസ് ആയൊരു വ്യക്തി, മറ്റുള്ളവരെ സംരക്ഷിക്കുന്ന, എല്ലാറ്റിലും പക്വതയോടെ വികാരവിക്ഷോഭങ്ങളില്ലാതെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു ഒരു സംരംഭകൻ എന്ന നിലയിൽ വിജയിച്ച ഒരാളോ അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ക്വീൻ ഓഫ് സോർഡ്സ് ആണെങ്കിലും അതും ഒരു തന്നെയാണ്, ക്രിയേറ്റീവായിട്ട് വളരെ സക്സസ്സായി ഇതിൽ എത്തിയിരിക്കുന്ന ഒരു വനിതയാണ്. അങ്ങനത്തെ ഒരു എനർജി തന്നെയാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ മറ്റുള്ളവരെ ഇതാക്കി കൂടെയുള്ളവർ എല്ലാവരെയും നോക്കുന്ന എല്ലാറ്റിലും നേതൃത്വം കൊടുക്കുന്ന ഒരു എനർജി. സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് ആണെങ്കിലും ഇത് ധനപരമായിട്ടായാലും എന്ത് കാര്യത്തിലായാലും കൊടുക്കൽ വാങ്ങലുകൾ കൃത്യതയോടെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരു സ്വാർത്ഥത ഇല്ലാത്ത ഒരു എനർജിയാണ്. അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മളങ്ങനെ വാശി പിടിക്കുകയും സ്വയം അങ്ങനെ ചെയ്യുകയും മറ്റുള്ളവരും അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കാർഡാണ് കാണിക്കുന്നത്. 9 ഓഫ് കപ്സ് വരുമ്പോൾ ഇതിൽ ഒരു ഹാപ്പി ആയൊരു മനുഷ്യനാണ്. പക്ഷേ ആരുമില്ലെങ്കിലും, എൻ്റെ കൂടെ ആരുമില്ലെങ്കിലും എനിക്ക് എന്നെ അറിയാം, എൻ്റെ കഴിവുകൾ അറിയാം, എന്നിലുള്ള എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ഇതോടെ ആരും എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സ്വന്തമായി എന്തൊക്കെയുണ്ടെന്ന് അതിലഭിമാനിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരു സെൽഫ് ലവിൻ്റെ ഒരു കാർഡാണ് ഇത് കാണിക്കുന്നത്. ഇത് 7 ഓഫ് സോർഡ്സ് വരുമ്പോൾ ഇവിടെ ഒരു ചതി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സമയത്തിൽ ആയുധം നഷ്ടപ്പെടാൻ ഉള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ കൂടെയുള്ളവരെയും മറ്റുള്ളവരെ നമ്മുടെ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരായാലും മറ്റുള്ളവരായാലും എന്തു തന്നെയായാലും ആവശ്യ സമയത്ത് നമ്മളെ ഒരു വഞ്ചന കാണിക്കാനുള്ള ഒരു സാധ്യത കാണിക്കുന്നു. അപ്പോൾ കൂടുതൽ ശ്രദ്ധയോടെ കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കണം എന്ന് ഈ കാർഡ് നമ്മളെ ഉപദേശിക്കുന്നു. 9 ഓഫ് സോർഡ്സ് ആണെങ്കിലും ഇവിടെ അകാരണമായ ചില ഭീതികളും ആശങ്കകളും കൊണ്ട് ഞെട്ടി ഉണരുന്ന ഒരു വനിതയുടെ പിക്ചറാണ് കാണുന്നത്. ഇത് നമ്മളെ ഇതാക്കുന്നത്, നമ്മുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. ഇതൊന്നും നമ്മളെ സത്യത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ അവിടെ ഒരു ജാഗ്രത കാണിക്കുക മാത്രം ചെയ്താൽ മതി. അല്ലാതെ വേറെ നമ്മൾ പേടിക്കുന്ന അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് ഈ കാർഡ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കൊരു ഓറക്കിൾ കാർഡ് കൂടി എടുത്ത് നോക്കാം. ഇത് ഫൈൻഡ് ഔട്ട് മോർ ഇൻഫർമേഷൻ, ഡോണ്ട് ഓവർ വർക്ക് യുവർ സെൽഫ്. ഇതും എല്ലാം കാണിക്കുന്നത് നമ്മളെ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, അല്ലാതെ ഓവർ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെ എന്ത് കാര്യമാണെങ്കിലും കൂടുതൽ ശ്രദ്ധയോടെ നമ്മുടെ ജോലി സ്ഥലത്തായാലും എങ്ങനെയായാലും കാണിക്കുക. ഇതിലിപ്പോൾ മൊത്തത്തിൽ കാണിക്കുന്നത് നമ്മളെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഉള്ള ഇതാണ്. മറ്റുള്ള ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളില്ല, നല്ലൊരു ധനപരമായിട്ടും മറ്റുള്ള ഇതൊന്നായിട്ടും
എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. ഈ കാർഡുകളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ചാനൽ ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും. അത് എനേബിൾ ചെയ്യുക. എങ്കിലേ എല്ലാ ദിവസവും എൻ്റെ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഈ റീഡിങ് റെസിനേറ്റ് ആയവർ കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്.